സെൽട്ടോസിൻ്റെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പം ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് കുറേ ചോദിച്ചായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമ്മുടെ പുതിയ കിയ സെൽട്ടോസിന് 3 സ്ക്രീനാണ് വരുന്നത്. 1 ഇവിടെ, 2 3. ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. ഇത് ശരിക്കും ഒറ്റ പൊന്നോ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാനാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ ഫിസിക്കൽ സ്വിച്ചും ബട്ടണൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ ചെയ്യുന്നത്. ഞാനത് യൂസ് ചെയ്യാറേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പം ഇത് കണ്ട കാണത്തില്ല. ഇതിങ്ങനെ തല പൊക്കിയാൽ ഈ സാധനം കാണുള്ളൂ. ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനായിരിക്കും, കാണത്തില്ല. സോ അതുകൊണ്ട് വലിയ യൂസൊന്നുമില്ല. ഒരു ഗിമിക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. അത് അവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നല്ല അടിപൊളി സ്ക്രീനാണ്. ഇതും നല്ല അടിപൊളി സ്ക്രീനാണ്. ഇത് 10.5 ഇഞ്ചാണ്. ഇഞ്ച് ചിലപ്പോൾ തെറ്റും, അതുകൊണ്ടൊന്ന് കുറ്റം പറയരുത്. ഇത് 10.5 ഇഞ്ചാണ്. ഇത് അത്യാവശ്യം നല്ല സ്നാപ്പിയാണ്. സോഫ്റ്റ്വെയറും അടിപൊളിയാണ്. എല്ലാം കൊണ്ട് സൂപ്പറാണ്. ആൻഡ് ഇതിൽ നമുക്ക് ഈ പ്രാവശ്യത്തെ കിയയുടെ ടോപ്പ് എൻഡ് മോഡലിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. കഴിഞ്ഞ വേർഷൻ സെൽട്ടോസിൽ അത് ഉണ്ടായില്ല. ടോപ്പ് എൻഡിലിട്ടാ ലോ എൻഡ് മോഡലുണ്ടായിരുന്നു, ടോപ്പ് എൻഡിൽ ഉണ്ടായില്ല. ആൻഡ് ഇതാണ് നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതിൽ നമുക്ക് ക്ലസ്റ്റേഴ്സ് ചൂസ് ചെയ്യാം, ബട്ട് അതിലെ ഓപ്ഷൻസും വളരെ മിനിമലാണ്. കഴിഞ്ഞ സെൽട്ടോസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുതിയതിൽ അധികമൊന്നും ഇല്ല. ഈ കളറ് മാത്രമേ മാറത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡ്രൈവ് മോഡ് ഇപ്പോൾ സ്പോട്ട് ഇട്ടാൽ റെഡാവും, നോർമൽ ഇട്ടാൽ ഈക്കോ ഇട്ടാൽ പച്ചയാവും, നോർമൽ ഇട്ടാൽ മഞ്ഞയാവും. അങ്ങനത്തെ അല്ലാണ്ട് പിന്നെ ഒരു ഇതും കൂടെ ഉണ്ട്, ക്ലസ്റ്റർ. അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ വലിയ അപ്ഡേറ്റ് ഒന്നും. ഇതാണ് 3 സ്ക്രീൻ സെറ്റപ്പ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിലൊരു സൈക്കിളുടെ പടം കണ്ട. ഇതാണ് കരിയർ മോഡ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ സൈക്കിളൊക്കെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലെ പാർക്കിംഗ് സെൻസേഴ്സ് മൊത്തം ഓഫ് ആവും. അപ്പോൾ ടൂന്ന് പറഞ്ഞാൽ അടിക്കത്തില്ല, മനസ്സിലായി? സെൻസേഴ്സ് ഓഫ് ആവുന്നുണ്ട്. അതിനാണ് ഈ മോഡ്. ആരും ഉപയോഗിക്കാനൊന്നും മോഡില്ല, അവിടെ ഉണ്ടെന്നുള്ളൂ. പിന്നെ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറ്റാനൊക്കെ പറ്റൂട്ടോ. മാറുന്നില്ല. അത് പറ്റും. ഇപ്പോൾ എന്താ മാറാതെന്ന് അറിയാൻ പാടില്ല, അത് പറ്റും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഇതിലുണ്ട്. സോ ഓവറോൾ ഇതിലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. സൗണ്ട് ക്വാളിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ഭയങ്കര ലൗഡും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ സിയറയിലൊക്കെ ഇവിടെ ഹോം തിയേറ്ററിൻ്റെ പോലത്തെ വലിയ ബാറൊക്കെ ഉണ്ട്. അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ സാധനം അടിപൊളിയാണ്. ഓക്കെ.